Hey YouTubers, എല്ലാവർക്കും നമസ്കാരം. You're on Technofactory with me Mohd and welcome to Thattikoottu setup. Your own segment where we showcase your PC builds. നമ്മൾ ഈ സെഗ്മെന്റ് തുടങ്ങിയപ്പം കുറേ നാൾ കണ്ടിന്യൂസ്ലി ഇത് ചെയ്യാൻ പറ്റിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വന്നപ്പോഴാണ് എൻട്രീസ് ഒന്ന് കുറഞ്ഞത്. അങ്ങനെ ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്ത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. പക്ഷേ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ബിക്കോസ് ആ ഒരു ടൈമിലായിരുന്നു കുവൈറ്റിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഒരു ട്രാൻസ്ഫർ, ആ ഒരു സിറ്റുവേഷനിലായിരുന്നു ഞാൻ. സോ അതുകൊണ്ട് പ്രോപ്പറായിട്ട് എൻട്രീസ് നോക്കാനോ ഇതൊന്നും പറ്റിയില്ലായിരുന്നു. എൻട്രീസ് അധികം വന്നിട്ടുമില്ല ടു ബി ഫ്രാങ്ക്. ഏതാണ്ട് 4-5 എൻട്രീസ് ലാസ്റ്റ് ഒരു 3 മാസം മുമ്പ് വന്നതാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. സോ എനിവേസ് വീണ്ടും തട്ടിക്കൂട്ട് സെറ്റപ്പ് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുവാണ്. നിങ്ങളുടെ എൻട്രീസ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. ഐ എം വെയിറ്റിംഗ് ഫോർ യു എൻട്രീസ്. എനിവേസ് എൻട്രീസ് എങ്ങനെ അയക്കണമെന്നുള്ള ഡീറ്റെയിൽസ് നമ്മുടെ വെബ്സൈറ്റിൽ ഞാൻ ഒരു പോസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. സോ അതിൻ്റെ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. സോ ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർലി മനസ്സിലാവും എന്താണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്, എങ്ങനത്തെ ഫോട്ടോസാണ് വേണ്ടത്, ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് ക്ലിയർ ഇമേജസ് ആയിരിക്കണം, ഹൈ റെസൊല്യൂഷൻ ഫോട്ടോസ് ആയിരിക്കണം. വാട്സപ്പിൽ നിന്നോ ഇവിടുന്ന് നിങ്ങൾ കംപ്രസ് ചെയ്ത ഫോട്ടോസ് അയക്കുകയാണെങ്കിൽ നമുക്ക് 4K വീഡിയോ ഫോർമാറ്റിലോട്ട് ഇടുമ്പം ക്ലിയർ ആവത്തില്ല. സോ ഹൈ റെസൊല്യൂഷൻ ഫോട്ടോസ് വേണം, ലാൻഡ്സ്കേപ്പ് മോഡ് വേണം, പോർട്രേറ്റ് മോഡിൽ അയക്കാതിരിക്കുക. ലാൻഡ്സ്കേപ്പ് മീൻസ് ഈ ഒരു ഫോർമാറ്റ് വൈഡ് ഫോർമാറ്റിൽ അയക്കണം, ഈ ലെങ്ത് വൈസ് ഇങ്ങനത്തെ ഫോർമാറ്റിൽ അയക്കാതിരിക്കുക. ആൻഡ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങളുടെ PC-യുടെ കംപ്ലീറ്റ് സ്പെക്സും ആ ഒരു ഫോമിൽ ഫിൽ ചെയ്ത് അതും അറ്റാച്ച് ചെയ്യേണ്ടതാണ്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൽ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടാകും. ജസ്റ്റ് ചെക്ക് ഇറ്റ് ഔട്ട് ആൻഡ് സെൻഡ് ഇൻ യുവർ എൻട്രീസ്. എനിവേസ് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് തുടങ്ങാം. സോ ഒരു കാര്യം പറയാനുള്ളത്, ഇതെല്ലാം 3-4 മാസം മുമ്പ് വന്ന എൻട്രീസ് ആണ്. സോ ഇതിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ, അപ്ഗ്രേഡ്സ് ചെയ്തോ എന്നുള്ള ഐഡിയ എനിക്കില്ല. 1-2 പേരെ ഞാൻ കോൺടാക്ട് ചെയ്തു, പക്ഷേ റെസ്പോൺസ് ഒന്നും വന്നിട്ടില്ല. സോ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ലാസ്റ്റിൽ വന്ന ഒരു 4-5 എൻട്രീസിൻ്റെ പെൻഡിങ് എൻട്രീസ് ഉണ്ടായിരുന്നു. സോ അതിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഫസ്റ്റ് എൻട്രി അയച്ചേക്കുന്നത് മുഹമ്മദ് അഷാൽ ആണ്, ഫ്രം കൊണ്ടോട്ടി, മലപ്പുറം. ഡിസൈനിങ്, എഡിറ്റിംഗ് ആൻഡ് ഗെയിമിങ്ങിന് വേണ്ടിയാണ് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. PC സ്പെക്സ് ഇങ്ങനെയാണ്: Ryzen 5 3600, മദർബോർഡ് Asus TUF A520+, HyperXന്റെ ആണ് 8GB 2 sticks of RAM, total 16GB. MSIയുടെ 1650 ആണ് GPU, Ventus edition. Kingston NV1 500GB, NVMe SSD, Seagateന്റെ Barracuda 1TB hard drive, Gigabyteന്റെ P450B ആണ് പവർ സപ്ലൈ, Silverstoneന്റെ Fara H1M Pro ആണ് കാണുന്ന ക്യാബിനറ്റ്. ആൻഡ് പെരിഫറൽസിന്റെ ലിസ്റ്റിംഗും നിങ്ങൾക്ക് സൈഡിൽ താഴെ കാണാവുന്നതാണ്. സോ സ്പെക്സ് വൈസ് എന്തായാലും ഒരു ഡീസെന്റ് മിഡ് റേഞ്ച് സ്പെക്സ് ആണ് നമ്മൾ ഈ കാണുന്നത്. Ryzen 5 3600 ആണ് പ്രോസസർ. ഈവൻ ഇപ്പോഴും കേപ്പബിൾ ആയിട്ടുള്ള നല്ല പ്രോസസർ തന്നെയാണ്. 9K റേഞ്ചിൽ നല്ലൊരു CPU നോക്കുന്നുണ്ട്, ബഡ്ജറ്റ് കൺസ്ട്രെയിൻഡ് ആണെങ്കിൽ Ryzen 5 3600 ഇപ്പോഴും നല്ലൊരു ഓപ്ഷൻ ആണ്. സോ ഓവറോൾ PC-യുടെ സെറ്റപ്പ് കണ്ടിട്ട് ഇറ്റ് ലുക്സ് ഓക്കെ, ഡീസെന്റ് ഒരു സെറ്റപ്പ് ആണ്. നല്ലപോലെ തന്നെയാണ് ഓവറോൾ പുറത്ത് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചേക്കുന്നത്. കേബിൾ മാനേജ്മെന്റ് സൈഡ് നോക്കുവാണെങ്കിലും ക്യാബിനറ്റിനകത്തെ കേബിൾ മാനേജ്മെന്റ് ഈസ് ഡീസെന്റ്. ലൈക്ക് 100% പക്ക എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ, ലുക്സ് നൈസ്. ഔട്ട്സൈഡ് പാർട്ട് കേബിൾ മാനേജ്മെന്റ് ഈസ് ഓക്കെ. ലൈക്ക് പുറകിലത്തെ മെയിൻ കേബിൾ മാനേജ്മെന്റ് ബാക്ക് സൈഡിൽ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഫോട്ടോസ് ക്ലിയർ അല്ല. പെരിഫറൽസ് എല്ലാം ബേസിക് പെരിഫറൽസ് ആണ്, ഹൈ എൻഡ് പെരിഫറൽസ് ഒന്നും അല്ല യൂസ് ചെയ്യുന്നത്. ഒരു മിഡ് ബഡ്ജറ്റിൽ വരുന്ന PC സെറ്റപ്പ് ആണ് ഇത്. എന്തായാലും ഫോട്ടോസിൽ മൗസ് പാഡ് യൂസ് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. സോ ഇൻ കേസ് മൗസ് പാഡ് വേണമെങ്കിൽ TKFന്റെ മൗസ് പാഡ് നമ്മുടെ വെബ്സൈറ്റിൽ കയറി പർച്ചേസ് ചെയ്യാം. ഡിസൈനിങ് ആണ് പേർപ്പസ് പറഞ്ഞേക്കുന്നത്. സോ 3600 1650 ലൈക്ക് ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഓക്കെ ആണ്. 16GB RAM ഉണ്ട്. സോ അത്യാവശ്യം നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണിത്. സെയിം വേ BenQ GW2480 ആണ് മോണിറ്റർ. സോ ഡിസൈനിങ് അല്ലെങ്കിൽ എഡിറ്റിംഗ് പേർപ്പസിന് എൻട്രി ലെവലിൽ നല്ലൊരു മോണിറ്റർ സീരീസ് ആണ് GW സീരീസ്. സോ ഓവറോൾ ഒരു കോമ്പാക്ട് ലുക്കിംഗ് ബിൽഡ് ആണ്, നല്ലൊരു ബിൽഡ് തന്നെയാണ്. കാണാനും ഇറ്റ് ലുക്സ് ഡീസെന്റ്, നോ ഇഷ്യൂസ്. ടേബിളും എവറിത്തിങ് ലൈക്ക് ഹൈഫൈ ഒന്നും അല്ല, പക്ഷേ ഇറ്റ് ഗെറ്റ്സ് ദ ജോബ് ഡൺ, അത്രേ പറയാൻ പറ്റത്തുള്ളൂ. ആൻഡ് മെയിൻ്റെനൻസിൻ്റെയും പുള്ളി ഫോട്ടോസ് വെച്ച് നോക്കുകയാണെങ്കിൽ പുള്ളിക്കാരൻ നല്ല രീതിയിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. ഓവറോൾ നല്ലൊരു ഡീസെന്റ് മിഡ് റേഞ്ച് ബിൽഡ് തന്നെയാണ്. ഇതിൽ ഇൻ കേസ് അപ്ഗ്രേഡ്സ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ GPU വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം. നിങ്ങൾക്ക് RTX 2060 or even 3060 വരെ കേപ്പബിൾ ആണ്. സ്പെഷ്യലി കുറച്ച് ഗെയിമിംഗ് ഹെവി സൈഡ് ഉണ്ടെങ്കിൽ 3060 or 2060 പോകാം. 2060 ഒക്കെ ആണെങ്കിൽ യൂസ്ഡ് എടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ RX 6600 XT ഒക്കെ നല്ല ചോയ്സ് ആണ് യൂസ്ഡ്. ആൻഡ് യൂസ്ഡിന്റെ കാര്യം പറഞ്ഞപ്പോഴും പലരും ചോദിക്കുന്നുണ്ട് യൂസ്ഡ് ഗ്രാഫിക്സ് കാർഡ്സ് എവിടെ നിന്ന് പർച്ചേസ് ചെയ്യാമെന്ന്. സോ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് GPU പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ സ്റ്റോർ പേജിൽ തന്നെ ഒരു എക്സ്ട്രാ പേജ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, TKF refurbs എന്ന് പറഞ്ഞ്. സോ ഇതിൽ നമ്മൾ റീഫർബ് ചെയ്യുന്ന ഗ്രാഫിക്സ് കാർഡ്സ് ആയിരിക്കും ഇതിൽ വിൽക്കുന്നത്. സോ അവിടെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ്ഡ് GPUസിൻ്റെ നല്ല ഡീൽസ് ഉള്ളതെല്ലാം ഞാൻ അത് ലിസ്റ്റിംഗ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതെല്ലാം ഞാൻ ആദ്യമേ വാങ്ങിച്ചു വെക്കുന്നതല്ല, നമ്മൾ ഓർഡർ വരുന്നതനുസരിച്ച് പർച്ചേസ് ചെയ്യുന്നതായിരിക്കും. സോ വന്ന് കഴിഞ്ഞിട്ട് അത് പേഴ്സണലി ഞാൻ തന്നെ ടെസ്റ്റ് ചെയ്ത് കംപ്ലീറ്റ്ലി വീണ്ടും ക്ലീൻ ചെയ്ത് എല്ലാം പ്രോപ്പറായിട്ട് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് അയക്കുന്നത്. സോ അതിനെന്തായാലും ഒരു 5 to 1 വീക്കിന്റെ ടൈം എടുക്കും. ന്യൂസ് ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് എൻട്രി ഫ്രം മുഹമ്മദ് അഷാൽ. സെക്കൻഡ് എൻട്രി അയച്ചേക്കുന്നത് പ്രണയ് ആണ്, ഫ്രം ട്രിവാൻഡ്രം. 1080p ഗെയിമിംഗിന് വേണ്ടിയാണ് ഈ PC യൂസ് ചെയ്യുന്നത്. 70K റേഞ്ചിന്റെയാണ് ബഡ്ജറ്റ് മെൻഷൻ ചെയ്തേക്കുന്നത്.
സോ ഒരു Ryzen APU ബേസ്ഡ് PC ആണ്. Ryzen 5 3400G ആണ് പ്രോസസർ. 1650 സൂപ്പർ ആണ് GPU യൂസ് ചെയ്യുന്നത്. മേ ബി അപ്ഗ്രേഡഡ് ആണോ എന്നറിയത്തില്ല. ഗിഗാബൈറ്റിന്റെ A320M S2H മദർ ബോർഡ്. ക്രൂഷ്യലിന്റെ ആണ് RAM. 2400 MHz ആണ്. സിലിക്കോൺ പവറിന്റെ ആണ് SSD യൂസ് ചെയ്യുന്നത്. 128GB WD 1TB ഹാർഡ് ഡ്രൈവ് ഉണ്ട്. ആന്റി സ്പോർട്സിന്റെ ICE 311 MT ക്യാബിനറ്റ് ആണ്. കീബോർഡ്, പെരിഫറൽസ്, മോണിറ്റേഴ്സിന്റെ ഡീറ്റെയിൽസ് എല്ലാം ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഗോ ത്രൂ ചെയ്യാം. സോ ടോട്ടൽ പ്രൈസിംഗ് 70K ആണ് ബഡ്ജറ്റ് പറഞ്ഞേക്കുന്നത്. ഐ തിങ്ക് കുറച്ച് പഴയ ബിൽഡ് ആണെന്ന് തോന്നുന്നു. ബിക്കോസ് 70 റേഞ്ചിൽ നമുക്കിപ്പം ഇതിലും ബെറ്റർ ബിൽഡ് ചെയ്യാൻ പറ്റും. സോ ഐ തിങ്ക് ഒരു പഴയ ബിൽഡാണിത്. ഏത് ടൈമാണ്, എപ്പോഴാണ് ടൈം പീരീഡ്, എപ്പോഴാണ് ബിൽഡ് ചെയ്യുന്നതെന്നും മെൻഷൻ ചെയ്തിട്ടില്ല. സോ സ്പെക്സിന്റെ കാര്യം നോക്കുവാണെങ്കിൽ GPU യൂസ് ചെയ്യുന്നുണ്ട് ആൻഡ് ഒരു Ryzen 5 APU ആണ്. സോ A320 എന്ന മദർ ബോർഡ് കുറച്ചൊരു ചീപ്ഡ് ഔട്ട് ആയിട്ടാണ് തോന്നുന്നത്. കേസിന്റെ അകത്തെ കേബിൾ മാനേജ്മെന്റും ലുക്സ് നീറ്റ്, എല്ലാം തന്നെ നീറ്റ്ലി തന്നെയാണ് ചെയ്തു വെച്ചേക്കുന്നത്. ഓവറോൾ ടോപ്പ് ഷോട്ട് ഈ ഫോട്ടോ കാണുവാണെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് എല്ലാം വെച്ചേക്കുന്നത്. നീറ്റ്ലി തന്നെയാണ്. ആൻഡ് പെരിഫറൽ ചോയ്സ് കുഴപ്പമില്ല. ബിക്കോസ് ബേസിക് പെരിഫറൽസ് യൂസ് ചെയ്യാതെ അത്യാവശ്യം ബഡ്ജറ്റ് എൻട്രി ലെവലിലെ ബ്രാൻഡ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ലൈക്ക് റെഡ് ഗിയർ, ആന്റി സ്പോർട്സ്, റെഡ് ഡ്രാഗൺ, ഇതുപോലത്തെ ബ്രാൻഡ്സ് ആണ്. ഇതെല്ലാം ബഡ്ജറ്റ് റേഞ്ചിൽ കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ബ്രാൻഡ്സ് ആണ്. അത്ര ലോവസ്റ്റ് അല്ല, ബട്ട് മിഡ് റേഞ്ചിൽ വരുന്ന, ബഡ്ജറ്റ് സീരീസിലെ മിഡ് റേഞ്ചിൽ വരുന്ന ബ്രാൻഡ്സ് ആണ് ഇതൊക്കെ. സോ അതും ഇറ്റ്സ് നൈസ്. സാംസങ്ങിന്റെ ആണ് മോണിറ്റർ യൂസ് ചെയ്യുന്ന 60 ഹെർട്സിന്റെ ആണ് മോണിറ്റർ. ഓവറോൾ ബിൽഡ് നല്ലതാണ്. കേബിൾ മാനേജ്മെന്റ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ഈസ് ഓക്കെ. വലിയ കുറ്റങ്ങളൊന്നും പറയാനില്ല. ആൻഡ് ഇതിൽ എന്തെങ്കിലും ഡിപ്പെൻസ് അപ്ഗ്രേഡ്സ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് പ്രോസസ്സർ അപ്ഗ്രേഡ് ചെയ്യാം. പ്രോസസ്സർ അപ്ഗ്രേഡ് ചെയ്യുവാണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് മദർ ബോർഡ് അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും. B450 or 550 ആക്കണം. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ റാമും കൂടെ 3200 or 600 ആക്കുവാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. റൈസൻ്റെ കാര്യത്തിൽ ഞാൻ പറയുന്നത് ഹയർ സ്പീഡ്സ് ഉള്ള റാം യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ബിക്കോസ് റൈസൻ ഹയർ സ്പീഡുള്ള റാമിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വർക്ക് ആവും. 3600 MHz വരെ പോകാമെങ്കിൽ ബെസ്റ്റ് ആണ്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 3200 ആണ് മോസ്റ്റ് റെക്കമെൻഡഡ്. സോ ദാറ്റ് വാസ് അവർ സെക്കൻഡ് എൻട്രി. അത്യാവശ്യം ഓക്കെ സ്പെക്സ് ആയിരുന്നു. ബിൽഡും നല്ലതായിരുന്നു. നെക്സ്റ്റ് മൂവിങ് ഓൺ, നമ്മുടെ തേർഡ് എൻട്രി വന്നേക്കുന്നത് ഫ്രം കാസർഗോഡ്. അയച്ചേക്കുന്നത് റസാൽ അബ്ദുള്ളയാണ്. മോസ്റ്റ്ലി കോഡിംഗ് ആൻഡ് ഗെയിമിങ്ങിന് വേണ്ടിയാണ് ഈ PC ബിൽഡ് യൂസ് ചെയ്യുന്നത്. ആൻഡ് സ്പെക്സ് ഇന്റലിന്റെ i5 വേരിയന്റ് ആണ്. 10th ജനറേഷൻ 10500 പ്രോസസർ, B560M DS3H AC വൈഫൈ ഉള്ള മദർ ബോർഡ്. 8GB സിംഗിൾ സ്റ്റിക്ക് ആണ് റാം യൂസ് ചെയ്യുന്നത്. ഗ്രാഫിക്സ് കാർഡ് RX 470 ആണ്. SSD 500GB WD ബ്ലൂ. കുളമാസ്റ്ററിന്റെ ആണ് PSU. ഇവിടെയും കേസ് കാണുന്നത് ആന്റി സ്പോർട്സിന്റെ ICE 311 MT മോഡലാണ്. പെരിഫറൽസും കാര്യങ്ങളും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നത്തിങ് ക്രേസി. എല്ലാം തന്നെ ബഡ്ജറ്റ് വേരിയൻസ് ആണ്, ബഡ്ജറ്റ് സെഗ്മെന്റിൽ വരുന്ന പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നതും. സോ ഇവിടെ ഫോട്ടോസ് നമുക്ക് കുറവാണ്. ലൈക്ക് ക്ലിയർ നല്ല ഫോട്ടോസ്, അധികം ക്ലിയർലി കാണിക്കാൻ പറ്റിയ രീതിയിലുള്ള ഫോട്ടോസ് അധികം ഇല്ല. സോ എന്തായാലും ഓവറോൾ ലുക്സ് നൈസ്. പഴയ ഒരു ടേബിളാണ് യൂസ് ചെയ്യുന്നത്. പഴയ ഓഫീസ് ടൈപ്പ് ടേബിളാണ്. അത്യാവശ്യം ഓക്കെ ആയിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. കേബിൾ മാനേജ്മെന്റ് അത്രയ്ക്കൊരു ഹൈ ലെവൽ കേബിൾ മാനേജ്മെന്റ് അല്ല. ബിക്കോസ് സൈഡിൽ ബോക്സും കാര്യങ്ങളെല്ലാം ഒരു ഫുള്ളി ക്ലട്ടേർഡ് ആയിട്ടാണ് നമുക്ക് ഓവറോൾ കാണുന്നത്. കേസിന്റെ അകത്തെ കേബിൾ മാനേജ്മെന്റ് നോക്കുവാണെങ്കിലും കുറച്ചും കൂടി ബെറ്റർ ആക്കാമായിരുന്നു. കുറേയൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഈ കേസ് ഫാനിന്റെ കാര്യം നോക്കുവാണെങ്കിൽ മേളിൽ സിപ്റ്റായി വെച്ചാണ് ചെയ്തേക്കുന്നതെന്ന് തോന്നുന്നു. സോ അതേപോലെ ഓവറോൾ കേബിൾ മാനേജ്മെന്റ് ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറയാം. കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. അറ്റ്ലീസ്റ്റ് സംതിങ് ട്രൈ ചെയ്തിട്ടുണ്ട്. കാണുമ്പോൾ അതാണ് മനസ്സിലാകുന്നത്. സോ കോഡിംഗ് പ്ലസ് ഗെയിമിംഗ് ആണ് മെൻഷൻ ചെയ്തേക്കുന്നത്. ഇവിടെ കോഡിംഗ് ആണ് മെയിൻ എങ്കിൽ ഈ സ്പെക്ക് ഓക്കെയാണ്. പക്ഷേ ഗെയിമിംഗ് കുറച്ചും കൂടി ബെറ്റർ. ഐ വുഡ് റെക്കമെൻഡ് GPU കുറച്ചുകൂടി ഹയർ സൈഡിലാണെങ്കിൽ നല്ലതായിരുന്നു. ബിക്കോസ് RX 470 പഴയ GPU ആണ്. ആൻഡ് 10500 പ്രോസസർ കുറച്ച് കേപ്പബിൾ 10th ജനറേഷൻ ആണെങ്കിലും അത്യാവശ്യം നല്ല ഡീസൻറ്റ് പെർഫോമൻസ് പുൾ ഔട്ട് ചെയ്യാൻ പറ്റിയ പ്രോസസറാണ്. CPU മേ ബി 1660 സൂപ്പർ അല്ലെങ്കിൽ 2060 ഒക്കെ യൂസ്ഡ് നോക്കുവാണെങ്കിൽ ഈ ഒരു പെയറിംഗ് ഇൻ കേസ് ഗെയിമിംഗ് ആണ് ഗെയിമിംഗ് മെയിൻ ഒരു ആസ്പെക്ട് ആണെങ്കിലാണ് ഞാൻ പറയുന്നത്. ആൻഡ് റാം 8GB ഒരു ഡ്യുവൽ സെയിം റാം തന്നെ ഒരു 8GB സ്റ്റിക്കും കൂടി ഇടുവാണെങ്കിൽ ഡ്യുവൽ 8GB റാം 16GB നല്ലതായിരിക്കും. സോ എനിവേസ് ഇതിലെ അപ്ഗ്രേഡ്സ് ആയിട്ട് എനിക്കിപ്പം പറയാനുള്ളത് ഇതാണ്. GPU അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് സെയിം ഇപ്പോൾ ഉള്ള ഒരു 8GB റാമും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യുവാണെങ്കിൽ ലൈക്ക് ഓവറോൾ പെർഫോമൻസ് ബെറ്റർ ആയിരിക്കും. അല്ലാതെ ലൈക്ക് ഇറ്റ്സ് എൻ ഓക്കെ ബിൽഡ്, ആവറേജ് നല്ലൊരു ബിൽഡ് തന്നെയാണ്. അതായിരുന്നു നമ്മുടെ തേർഡ് സെറ്റപ്പ്. ആൻഡ് അത് മാത്രമല്ല പുള്ളി ഒരു 20K റേഞ്ച് മോണിറ്ററും സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇതും അറിയത്തില്ല അപ്ഗ്രേഡ് ചെയ്തു എന്ന്. സോ 20K റേഞ്ചിൻ്റെ ഒരു മോണിറ്റർ ഇതിലെടുത്തിട്ട് ഒരു കാര്യമില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. ബിക്കോസ് നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. GPU കുറച്ച് വീക്ക് സൈഡാണ്. സോ 1660 അല്ലെങ്കിൽ RX 2060 ഒക്കെ എടുത്തിട്ട് 11 അല്ലെങ്കിൽ 12,000 റേഞ്ചിൽ വരുന്ന മോണിറ്റർ എടുക്കുവാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. 20,000 മോണിറ്ററിൻ്റെ ആവശ്യം
ഈ ഒരു സെറ്റപ്പിൽ ഈ ഒരു യൂസ് പേർപ്പസിന് എന്തായാലും ഇല്ല. 11,000 റേഞ്ചിൽ വരുന്ന 11-12,000 റേഞ്ചിൽ വരുന്ന വ്യൂസോണിക്കിൻ്റെ നല്ല മോണിറ്റേഴ്സ് ഉണ്ട്. 24 ഇഞ്ചിൻ്റെ 144 റിഫ്രഷ് റേറ്റ് ഉള്ളതും 1 ms റെസ്പോൺസ് ടൈം വരുന്ന നല്ല IPS മോണിറ്റേഴ്സ് ഉണ്ട്. സോ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് അങ്ങനെ എടുക്കുന്നതായിരിക്കും. ആൻഡ് ഫൈനലി നമ്മുടെ ഫോർത്ത് എൻട്രി അയച്ചേക്കുന്നത് വിഷ്ണു ആണ് ഫ്രം ട്രിവാൻഡ്രം. 1.25 lakhs ആണ് ടോട്ടൽ ബഡ്ജറ്റ് പറഞ്ഞേക്കുന്നത്. എഡിറ്റിംഗ് ആൻഡ് ഡിസൈനിങ് ആണ് പേർപ്പസ് മെൻഷൻ ചെയ്തേക്കുന്നത്. സോ സ്പെക്സ് ഇങ്ങനെയാണ്: ഇന്റൽ i7 12th Gen 12700K പ്രോസസർ, ഗിഗാബൈറ്റിന്റെ Z690UD AX ബോർഡ്, Corsair Vengeanceന്റെ 16GB RAM, Zotac-ന്റെ 3050 ആണ് GPU, സാംസങ്ങിന്റെ 980 500GB NVMe SSD, 1TB ഹാർഡ് ഡ്രൈവ്, ML240 കൂളർ മാസ്റ്ററിന്റെ ആണ് കൂളർ ഇതിൽ കാണുന്നത്. ക്യാബിനറ്റും കൂളർ മാസ്റ്ററിന്റെ ആണ് MB511 മോഡൽ. പവർ സപ്ലൈയും കൂളർ മാസ്റ്ററിന്റെ തന്നെയാണ്. 650 വാട്ട്സിന്റെ 80+ ബ്രോൺസ് റേറ്റഡ് PSU. സോ ഏപ്രിൽ 2022 ചെയ്ത ബിൽഡാണ് ഫ്രം നെക്സ്റ്റ് എന്നാണ് മെൻഷൻ ചെയ്തേക്കുന്നത്. 4 ഇയേഴ്സിന്റെ ഒരു വലിയ ഡ്രീം ആയിരുന്നു എന്നാണ് പുള്ളി ഇതിൽ പറയുന്നത്. ആൻഡ് അത് മാത്രമല്ല, ഓൾറെഡി മുമ്പ് ഒരു എൻട്രി അയച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്, ഒരു ലോ എൻഡ് PC-യുടെ. അത് കഴിഞ്ഞ് ഇപ്പം ഇത് അപ്ഗ്രേഡ് ചെയ്ത ഒരു പുതിയ PC ആണ്. ആൻഡ് പെരിഫറൽസും മോണിറ്ററിന്റെ കാര്യങ്ങളെല്ലാം കാണാം. ബെൻക്യൂയുടെ മോബിയസ് സീരീസിൽ വരുന്ന 27 ഇഞ്ചിന്റെ മോണിറ്റർ ആണ് യൂസ് ചെയ്തേക്കുന്നത്. സോ ഡിസൈനിങ് എഡിറ്റിംഗ് പേർപ്പസ് ആണ് മെയിൻ പറഞ്ഞേക്കുന്നത്. സോ 12700K ആൻഡ് 3050യുടെ കോമ്പിനേഷൻ, 16GB RAM, ഓവറോൾ കോമ്പിനേഷൻ ഇസ് ഗുഡ്. സോ ബിൽഡിന്റെ കാര്യം പറയുവാണെങ്കിൽ പ്രൊഫഷണലി ബിൽഡ് ഒരു PC ആണ് നെക്സ്റ്റ് നിന്ന്. സോ അതുകൊണ്ട് ലുക്സ് നൈസ്. ഓവറോൾ കേബിൾ മാനേജ്മെന്റും എല്ലാം തന്നെ നീറ്റ്ലി തന്നെയാണ് ചെയ്തേക്കുന്നത്. ആൻഡ് അത് മാത്രമല്ല, PC-യുടെ ഈ ഒരു ഇമേജ് നോക്കുവാണെങ്കിലും നല്ല ക്ലീൻ ആയിട്ടാണ് കേബിൾസ് ടേബിൾ ടോപ്പിൽ എല്ലാം റൗട്ട് ചെയ്ത് ടൈ ചെയ്ത് വെച്ച് നീറ്റ്ലി ആണ് വെച്ചേക്കുന്നത്. സോ ഓവറോൾ ഇൻ ടോട്ടാലിറ്റി സ്പെക്സ് വൈസും ലുക്സ് വൈസും മെയിൻ്റെനൻസ് വൈസും നോക്കുവാണെങ്കിൽ ഇറ്റ്സ് അടിപൊളി ഉണ്ട്. ബാക്കിൽ ആ ഒരു സ്പേസിൽ പ്രോപ്പറായിട്ട് അത്യാവശ്യം പ്രോപ്പർ നല്ല രീതിയിൽ തന്നെയാണ് എല്ലാം ടൈ ചെയ്ത് വെച്ചേക്കുന്നത്. സോ ഇത് കണ്ടിട്ട് ഒരു ഡൈനിങ് ടേബിൾ ആണെന്ന് തോന്നുന്നു, ബിക്കോസ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ടേബിൾ ആണ്. സോ ഇനഫ് ആയിട്ടുള്ള സ്പേസ് ഉണ്ട് എല്ലാത്തിനും. പെരിഫറൽസ് ആയാലും മോണിറ്റർ സ്പേസ്, കീബോർഡ് വെക്കാനായാലും CPU പ്ലേസ് ചെയ്യാനാണെങ്കിലും നല്ല ഇനഫ് ആയിട്ടുള്ള സ്പേസ് ഉണ്ട്. ചെറിയ ടേബിൾ ആണെങ്കിൽ നമുക്ക് കുറെ ക്ലട്ടേർഡ് ആയിട്ട് തോന്നും. സോ ഓവറോൾ ഡീസെന്റ് ആയിട്ട് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് നീറ്റ്ലി യൂസ് ചെയ്യുന്നത്. സോ പ്രിറ്റി ഹൈ എൻഡ് ആയിട്ടുള്ള ബിൽഡാണ്, ബിക്കോസ് ഏപ്രിൽ 2020 ബിൽഡ് ചെയ്തത്. സോ 12th Gen ഇറങ്ങി ആ ഒരു ടൈം പീരീഡ് ആണ്. അതുകൊണ്ട് കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു. സോ ദാറ്റ്സ് വൈ 3050 ഈ പ്രൈസ് റേഞ്ചിൽ വന്നത്. ഇപ്പോഴാണെങ്കിൽ 3060 ഓർ 3060 Ti ഒക്കെ ഈ ബിൽഡ് നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഓവറോൾ ഇതിൽ അധികം ഒന്നും പറയാനില്ല. ഇൻ കേസ് ഹെവി GPU സൈഡിലോട്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മാത്രം GPU അപ്ഗ്രേഡ് ഞാൻ പറയുന്നുള്ളൂ. 3050-ന് 3060 Ti ഓർ 3070 ആയിരിക്കും ബെറ്റർ ഓപ്ഷൻസ്, ഇൻ കേസ് അതിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ. സോ അതായിരുന്നു നമ്മുടെ ഫൈനൽ എൻട്രി ഫ്രം വിഷ്ണു. നല്ലൊരു അടിപൊളി സെറ്റപ്പ് ആയിരുന്നു. എനിവേസ് ദാറ്റ്സ് ദി എൻഡ് ഓഫ് ടുഡേസ് തട്ടിക്കൂട്ട് സെറ്റപ്പ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം, കമൻസിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ആൻഡ് ആദ്യമേ ഞാൻ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷൻ ഒന്ന് കയറി നോക്കുക. യൂസ്ഡ് GPUs വേണമെന്നുണ്ടെങ്കിലും ആൻഡ് TKS തട്ടിക്കൂട്ട് സെറ്റപ്പിലോട്ട് എൻട്രീസ് അയക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഷ്യൂർലി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കയറി ഡീറ്റെയിൽസ് എല്ലാം വായിച്ചു നോക്കിയിട്ട് അയക്കാവുന്നതാണ്. സോ അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി.